അങ്ങനെ വമ്പൻ ഹൈപ്പിലെത്തിയ കാന്താര ചാപ്റ്റർ 1 ഞാനിന്ന് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എവിടേക്കോ ഒരു കങ്കുവ വൈബൊക്കെ അടിച്ചായിരുന്നു. അപ്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സിനിമയുടെ ഔട്ട്കം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. സിനിമ ട്രെയിലറിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കാന്താര 2022 ഇറങ്ങിയ കാന്താരയുടെ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു, എന്താണ് അവരുടെ സംസ്കാരം, എങ്ങനെയാണ് ഒരു ഉരുത്തിരിഞ്ഞ് വന്നത്, അവരുടെ ആരാധന രീതികളും കാര്യങ്ങളും, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സിനിമയിൽ പ്രതിപാദിച്ചു പോകുന്നത്. അതായത് ആ ഒരു റീജിയണിൽ പണ്ട് എന്തായിരുന്നു, അത് പല പല ദേശങ്ങളായിട്ട് പിരിഞ്ഞു കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദേശങ്ങൾ തമ്മിലുള്ള ഒരു അവരുടെ സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അതിൽ തന്നെ പല പല ഷെയ്ഡുകളും ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിന് സുഹൃത്ത് ബന്ധമുണ്ട്, ചതിയുണ്ട്, ഭക്തി, ഇങ്ങനെ എല്ലാ എലമെൻസും കൂടെ ഒരു കോർത്തിണയ്ക്കാണ് സിനിമ പോകുന്നത്. ആദ്യ പകുതി ചില ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊരു ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു കഥ പറച്ചിൽ അങ്ങനെയാണ്. പക്ഷേ ഒരു ഹൈ മൊമെൻറ്റ്സ് കിട്ടുന്ന നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു. എടുത്ത് പറയാനാണെങ്കിൽ ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് അതിൽ ഒരു VFX, ചില മൃഗങ്ങളെയൊക്കെ കാണിക്കുന്ന VFXും കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നിയർ ടു പെർഫെക്ഷൻ എന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മുമ്പ് ഇറങ്ങിയ കാന്താരയിൽ ക്ലൈമാക്സ് പോർഷനോട് അടുക്കുമ്പോഴാണ് ആ ഒരു ഗുളികൻ്റെ ഒരു പ്രസൻസ് വരുന്ന കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ഇടയ്ക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാന്താര ഫസ്റ്റ് ഇറങ്ങിയ കാന്താരയുടെ ഒരു ക്ലൈമാക്സിൽ കിട്ടിയ ആ ഒരു വൈബ് അതേ രീതിയിൽ ആ ഒരു മീറ്റർ തന്നെ പിടിച്ച് പോകുന്ന സീനുകളുണ്ടായിരുന്നു. അപ്പം അന്നേരം ഒക്കെ നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാമെന്ന് നോക്കിയിരിക്കുന്ന ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു പെർഫോമൻസിൽ തന്നെ കണ്ണുനട്ടിരിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അടുത്ത് പറയേണ്ടത് ഇതിൽ മെയിൻ ലീഡ് റോൾ ചെയ്തതിൽ വെച്ചിട്ട് ജയറാം, അദ്ദേഹത്തിന് വളരെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു അന്യഭാഷയിൽ ഒരു ത്രൂ ഔട്ട് ഒരു മികച്ച റോള് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ രുക്മിണി വസന്ത് അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു ശരിക്കും ആ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഋഷഭ് ഷെട്ടിയുടെ ഭാഗങ്ങളാണെങ്കിൽ അവരുടെ നാട്ടിലെ ഒരു യോദ്ധാവ്, എന്നാൽ അതേസമയം തന്നെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ആ ഒരു എലമെൻസിൻ്റെ ഒരു പ്രസൻസ് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫസ്റ്റ് ആദ്യ കാന്താരയിൽ നിന്നും വിഭിന്നമായിട്ട് ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ വ്യത്യസ്ത രീതി, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ കുറേ കൂടെയൊക്കെ ഒരു മീറ്റർ മേലെ പോകുന്ന പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇത് ഒരു തുളുനാട് ഒരു റീജിയണിൻ്റെ സംസ്കാരം പറഞ്ഞു പോകുന്ന, അവരുടെ ഭക്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പം ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്താൽ മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് മിക്കവാറും കിട്ടണം. കാരണം ഇതിൽ പല രംഗങ്ങളുമൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല രീതിയിൽ കയറി കൊളുത്താനുള്ള ചാൻസ് ഉള്ള, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കയ്യടിയും കരഘോഷവും ഒക്കെ കിട്ടേണ്ട പാകത്തിനുള്ള പല രംഗങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. അത് ഒരിടും. അപ്പോൾ ആകമൊത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ. അങ്ങനെ വളരെ കുറച്ച് സിനിമകൾ നമുക്ക് കിട്ടാറുള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഇനി ഒരുപക്ഷെ OTTയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു എഫക്റ്റോ കാര്യങ്ങളോ കിട്ടണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും കാന്താര 1 കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കാന്താര പ്രീക്വലായിട്ട് ഇപ്പോൾ ഇറങ്ങിയ കാന്താര ചാപ്റ്റർ 1 ഇഷ്ടപ്പെടും. എന്തായാലും സിനിമയുടെ ഒരു ഓവറോൾ ഒരു സ്കെയിൽ അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം.